നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും സർവീസുകൾ ആരംഭിക്കാൻ അധികൃതർ തയ്യാറാകുന്നതായുള്ള വാർത്തകൾ ഏവർക്കും സന്തോഷം പകർന്നുകൊണ്ടാണ് പുറത്തുവന്നത്. ഡിസംബർ മുതൽ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുന്നേ തന്നെ പ്രവാസികൾക്കായി മറ്റൊരു വാർത്ത കൂടി സൗദി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. സൗദി പ്രവാസികളായ വിവിധ രാജ്യക്കാർക്ക് അനുവദിച്ച ആനുകൂല്യം ഇപ്പോൾ നാട്ടിലുള്ള ഇന്ത്യക്കാർക്കും ലഭിക്കുമെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിക്കുകയുണ്ടായി. അതായത് ലഭ്യമാകുന്ന വാർത്ത അനുസരിച്ച് ഇഖാമയുടെയും റീ എൻട്രിയുടെയും കാലാവധി സൗജന്യമായി ദീർഘിപ്പിക്കുന്ന ആനുകൂല്യം ഇന്ത്യയടക്കം 17 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യ, ബ്രസീൽ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, ലെബനാൻ, ഈജിപ്ത്, എത്യോപ്യ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ, മൊസാംബിക്, ബോട്സ്വാന, ലിസോത്തോ, ഇസ്വാത്തിനി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള ഏതാനും രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാവിലക്ക് പിൻവലിച്ചതായി സൗദി അറേബ്യ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. കൂടാതെ യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലെത്താൻ സാധിക്കാത്തവരുടെ ഇഖാമയുടെയും റീ എൻട്രിയുടെയും കാലാവധി രാജാവിന്റെ നിർദ്ദേശപ്രകാരം ദീർഘിപ്പിച്ചു നൽകുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ജവാസാത്ത് അറിയിച്ചത്. ജനുവരി 31 വരെയാണ് കാലാവധി പുതുക്കുക. സൗജന്യമായി സ്വമേധയാ തന്നെ ഇവയുടെ കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്നതായിരിക്കും. എന്നാൽ ഇത് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്നത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇതിനാൽ തന്നെ പെട്ടെന്ന് വരാൻ ആഗ്രഹിക്കുന്നവർ സ്പോൺസറുമായി ബന്ധപ്പെട്ട് റീ എൻട്രി നീട്ടുന്നതാകും ഉചിതം. അതേസമയം സൗദിയിൽ നിന്ന് ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്ത ശേഷം പുറത്തുപോയവർക്ക് രാജ്യത്തേക്ക് തിരികെ എത്താൻ അനുമതി നൽകിയതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിരുന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും ഈ ഇളവ് ബാധകമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് സർവീസ് നടത്തുന്ന എല്ലാ വിമാന കമ്പനികൾക്കും ഇതിനകം ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ നൽകിക്കഴിഞ്ഞതായി സൗദി പ്രസ് ഏജൻസി അറിയിക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.